ഉടമകൾ ജയിലിലായതോടെ വീട്ടിൽ ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിക്ക് അഭയമൊരുക്കി കൊല്ലം ചിതറ സ്റ്റേഷനിലെ പോലീസുകാർ. കഴിഞ്ഞ 20-നായിരുന്നു ചിതറ കല്ലുവെട്ടാൻകുടിക്ക് സമീപത്തെ വാടക വീട്ടിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തിലെ റെയ്ഡ് നടത്തി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. വീടിന് സമീപം ഷെഡ് കെട്ടിയായിരുന്നു പ്രതികൾ താമസിച്ചിരുന്നത്. കൂട്ടിന് ആടും പട്ടിയും പൂച്ചയും ഉണ്ടായിരുന്നു. വീട്ടുകാരെ പോലീസ് കൊണ്ടുപോയതോടെ പൂച്ചയെയും പട്ടിയെയും മൃഗസംരക്ഷകർ ഏറ്റെടുത്തു. ഇതോടെ ആട്ടിൻകുട്ടി തനിച്ചായി. ഇതറിഞ്ഞ ചിതറ SHO സന്തോഷിന്റെ നേതൃത്വത്തിൽ ആട്ടിൻകുട്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. SHO അവൾക്ക് അമ്മിണി എന്ന പേരുമിട്ടു. ഒരു ദിവസം കൊണ്ട് തന്നെ അമ്മിണിക്കുട്ടി എല്ലാവരുമായി ഇണങ്ങി. അമ്മിണി എന്ന് വിളിച്ചാൽ വിളിക്കുന്നവരുടെ അടുത്തേക്ക് അവൾ ഓടിയെത്തും. സ്റ്റേഷനിലെ വെയിറ്റിംഗ് ഷെഡിലാണ് രാത്രി ഉറക്കം. രാവിലെ സ്റ്റേഷൻ പരിസരത്തെ മരത്തിൽ കെട്ടും. പ്ലാവിലയോടെയാണ് കൂടുതൽ ഇഷ്ടമെങ്കിലും കൊടുക്കുന്നത് എന്തും കഴിക്കും. പുളിയരി, പിണ്ണാക്ക്, തവിട് എന്നിവയും അമ്മിണിക്ക് നൽകുന്നുണ്ട്. ഒരു ദിവസം കുറഞ്ഞത് 100 രൂപയോളം ആഹാരത്തിൽ ചെലവാകുന്നുണ്ട്. ചെലവ് നോക്കുന്നതും അഴിച്ചുകെട്ടുന്നതും കുളിപ്പിക്കുന്നതുമെല്ലാം പോലീസുകാർ തന്നെയാണ്. ആടിന്റെ ഉടമകൾ റിമാൻഡിലാണ്. ഇവർ പുറത്തിറങ്ങുമ്പോൾ ആടിനെ അവർക്കൊപ്പം വിട്ടയക്കുകയും ചെയ്യും. ഇത് ചിറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട കല്ലുവെട്ടാൻകുടി എന്ന് പറയുന്ന സ്ഥലത്ത് അനധികൃതമായി ഗ്യാസ് കൊണ്ടുവന്ന് വേറെ കുറ്റികളിലേക്ക് നിറച്ച് കൊടുക്കുന്നതായിട്ട് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചിറ പോലീസ് സിയുടെ നേതൃത്വത്തിൽ, സന്തോഷ് സാറിന്റെ നേതൃത്വത്തിൽ അവിടെ പോവുകയും അവിടെ റെയ്ഡ് നടത്തി കേസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ, അതായത് പട്ടി, പൂച്ച, ഇതിനെല്ലാത്തിനെയും അനിമൽ സംരക്ഷണ സമിതിക്കാർ ഏറ്റുകൊണ്ട് പോയിട്ടുള്ളതാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആടിനെ നോക്കുന്നതിനോ അതിനെ പരിപാലിക്കുന്നതിനോ വേണ്ട നടപടികളൊന്നും ആരും ചെയ്യാത്തതിനെ തുടർന്ന് ചിറ പോലീസ് അതിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളതും അതിനെ ഇപ്പൊ 3-4 ദിവസമായിട്ട് സംരക്ഷിച്ചു വരുന്നതുമാണ്. അവരുടെ ജാമ്യം കിട്ടുന്ന മുറയ്ക്ക് സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ ഈ ആടിനെ അവർക്ക് വിട്ടുകൊടുക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.